നമ്മുടെ കുഞ്ഞിനും നല്ലോണം പാടാൻ പറ്റട്ടെ. കണ്ണന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ശ്യാമയ്ക്ക് എപ്പോഴും കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ. ശരിയാ, കണ്ണന്റെ അനുഗ്രഹം ഇപ്പൊ നമ്മുടെ ജീവിതം പഴയതുപോലെ സന്തോഷമായിട്ട് വരുന്നത്. നമ്മുടെ ജീവിതം സന്തോഷമായി വരുന്നു. പക്ഷേ അരുണേട്ടന്റെ ജീവിതം സങ്കടത്തിലേക്കാവുന്നു. അതാ എനിക്കിപ്പോ വിഷമം തോന്നുന്നത്. അരുണേട്ടന്റെ ജീവിതം നേരാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവസം ചെല്ലും തോറും ഐശ്വര്യടുത്ത് പ്രശ്നമായി വരിക. ഐശ്വര്യടുത്ത് എന്തിനാ ദിവസം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും അവരുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്യാമയെ പോലെ പ്രഗ്നന്റ് ഐശ്വര്യടുത്തി പലപ്പോഴും ആ ചിന്ത പോലും അവർക്കില്ലാന്ന് തോന്നും. ഞാൻ ശ്യാമയോട് മുന്നേ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ ഐശ്വര്യടുത്ത് ഓവർ ആക്ട് കാണിക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. ചിലപ്പോ അവരുടെ ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ കണ്ട അവര് ശരിക്കും പ്രഗ്നന്റ് അല്ലാന്ന് നമുക്ക് തോന്നിപ്പോവും. ഐശ്വര്യയുടെ പ്രകൃതം അതാ, അതുകൊണ്ട് അങ്ങനെ തോന്നുന്നേ. അവര് മനസ്സിൽ തോന്നുന്നത് അപ്പൊ തന്നെ അങ്ങ് പ്രതികരിക്കും. ഒന്നിനും ക്ഷമയുണ്ടാവില്ല. അത് ഐശ്വര്യയുടെ രീതിയാ. അല്ലെങ്കിലും പ്രഗ്നൻസി ടൈമില് എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല. അവര് ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഭർത്താവ് തന്റെ അടുത്ത് തന്നെ വേണമെന്നൊരു തോന്നല് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാ. അഖിൽ സാറ് ഞാനേന്ന് പറഞ്ഞ് എന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അരുണേന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അശ്വതീച്ചയുടെയും കുഞ്ഞിന്റെയും കാര്യോർത്തുള്ള ടെൻഷൻ അതെപ്പോഴും ഐശ്വര്യയുടെ മനസ്സിലുണ്ടാവും. അവസരം കിട്ടിയ അരുണേട്ടൻ ഐശ്വര്യത്തെ വിട്ടുപോകുന്നുള്ള ഭയവും അവർക്കുണ്ടാവും. അതൊക്കെ സ്വാഭാവിക. അതിനിങ്ങനെ ദേഷ്യപ്പെടുകയും ബഹളം വയ്ക്കൊക്കെ വേണോ? തിരിച്ച് അരുണേട്ടനോട് സ്നേഹം കാണിക്കുകയല്ലേ വേണ്ടത്? അതാ ഞാൻ പറഞ്ഞേ, എല്ലാവരും ഒരുപോലെ അല്ല ചിന്തിക്കുന്നതെന്ന്. അപ്പോ അവരുടെ പെരുമാറ്റ രീതിക്ക് മാറ്റം വരും. എല്ലാം ശരിയായിരിക്കും. പക്ഷെ ഐശ്വര്യയുടെ ഈ സ്വഭാവവും പെരുമാറ്റവും പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുകയുള്ളൂ. അവരുടെ സ്വഭാവം കണ്ട എത്ര ക്ഷമയുള്ളവരാണെങ്കിലും ശരി, അവരെ ഇട്ടേച്ച് എവിടെയെങ്കിലും ഓടിപ്പോകും. അതിപ്പോ അരുണേട്ടനും ഐശ്വര്യത്തെ കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടതായിരുന്നു. ഐശ്വര്യത്തെ ആഗ്രഹിച്ചത് അരുണേട്ടൻ കൊണ്ടുവന്നില്ല. അതായിപ്പോ പ്രശ്നമായത്. ഇപ്പോ അഖിൽ സാർ എന്നെ എനിക്ക് തേനെല്ലിക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് വിഷമാവില്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. എനിക്ക് സങ്കടവും. ഐശ്വര്യയുടെ സ്വഭാവം മറ്റൊന്നാ. അവര് ബഹളം വെച്ചു, അത്രേ ഉള്ളൂ. അരുണേട്ടൻ അഖിൽ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ ഐശ്വര്യയോട് കുറച്ച് അടുപ്പവും സ്നേഹവും കാണിക്കാൻ പറയണം. ശ്യാമ പറയുന്നത് ശരിയാ. പക്ഷേ ആ സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഐശ്വര്യടുത്ത് ശരിക്കും പ്രഗ്നന്റ് ആണോ?